ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ 7ാമത്തെ സീരീസ്. ഇത് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് LDC LGS 2024 നടത്തുന്നത്. LDC LGSന് 20 മാർക്കും ഉറപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്നുള്ള ഒരു എക്സാമുകൾ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ ആയിട്ട് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ആവശ്യത്തിന് കറണ്ട് അഫയേഴ്സ് വന്നാൽ അതിനുള്ള എക്സാമുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കും. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വൺ വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ്. ഇപ്പോൾ PSC ബുള്ളറ്റിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അതിനെ വിശദമായിട്ട് അത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞാൽ തന്നെ ഇത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇപ്പോൾ വൺ വെബിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് മെഹസാനയിലാണ്. അപ്പോൾ മെഹസാന എങ്ങനെ ഓർത്തു വയ്ക്കാം? നമുക്ക് ഓർക്കാം. ആദ്യം എന്താണ് ഈ വൺ വെബ്, എന്താണ് ഈ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ? ഗുജറാത്ത് സർക്കാരുമായി ആണ്, ഗുജറാത്തിലാണല്ലോ മെഹസാന. ആ മെഹസാനയിൽ ഗുജറാത്ത് സർക്കാരുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിലൂടെ വൺ വെബ് ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സ്ഥാപിക്കുകയാണ്. എന്താണ് ഈ വൺ വെബ് എന്ന് പറഞ്ഞാൽ? വൺ വെബ് എന്ന് പറഞ്ഞാൽ ഒരാഗോള ആശയവിനിമയ ശൃംഖല സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹ കമ്പനിയാണ് വൺ വെബ്. അപ്പം എന്താ ലോ എർത്ത് ഓർബിറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? അത് ഇൻ്റർനെറ്റ് ആക്സസ് നൽകുന്നതിന് വേണ്ടി ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. 100 ms താഴെയാണ് ഇതിൻ്റെ ലേറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ, നമ്മുടെ ആപ്പിൽ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു 6-7 സെക്കൻഡ് എന്ത് വരും? ലാറ്റൻസി വരുന്നുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ലൈവ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കറിയാറില്ലേ, ലാറ്റൻസി വരും. ലൈവ് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോഴും നിങ്ങളുടെ പ്രതികരണം അങ്ങോട്ട് വരുന്നു എടുക്കുന്ന സമയം, ഇതൊക്കെ ലാറ്റൻസിനെ ബാധിക്കുന്നതാണ്. ഇത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിൻ്റെ കുറവാണ്. ഇപ്പോൾ ഈ ലാറ്റൻസി കുറയ്ക്കാൻ വേണ്ടി ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ജിയോ അധിഷ്ഠിത നെറ്റ്വർക്കുകൾ 500-700 ms കാലതാമസത്തോടു കൂടി എന്ത് ചെയ്യുന്നത്? കാര്യക്ഷമമായ നെറ്റ്വർക്ക് സേവനങ്ങൾ നൽകുന്നത്. നോക്കൂ, ഈ 500-700 ms കാലതാമസം ഉണ്ട് അവിടെ. അതാണ് ഇനി 100 ms താഴെയാകാൻ LEO ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാൽ സാധിക്കുക. നിലവിൽ യൂറോപ്പിലും കാനഡയിലും ഈ സാങ്കേതിക വിദ്യയുണ്ട്. വിവിധ സ്വകാര്യ കമ്പനികൾ ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ വഴി. അപ്പോൾ ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹം നിങ്ങൾക്ക് എന്താണെന്നറിയാം, എന്താണ് ലേറ്റൻസി എന്നറിയാം. ആ ലോകമെമ്പാടും ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു കമ്പനിയാണിത്. ബഹിരാകാശ ഇൻ്റർനെറ്റ് സംവിധാനം, ഈ ബഹിരാകാശ ഇൻ്റർനെറ്റ് സംവിധാനം എന്നുള്ളത് ഒരു പുതിയ ആശയമല്ല. ഇപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് വഴിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപഗ്രഹങ്ങൾ എന്താണ് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്? നിശ്ചലമായ ഭ്രമണപഥ ഉപഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 36,000 കിലോമീറ്റർ അകലെയാണ് അത് ഭൂമിയിൽ നിന്നും. ഇത് 500 മുതൽ 2000 കിലോമീറ്റർ വരെയാണ്. അതുകൊണ്ടാണ് ലോ എർത്ത് എന്ന് പറയുന്നത്, LEO. അവിടെ പറയുന്ന LEO ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്. സാധാരണ 36,000 കിലോമീറ്റർ അകലെയുള്ള ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബഹിരാകാശ ഇൻ്റർനെറ്റ് സംവിധാനം വർക്ക് ചെയ്യുന്നത്. ഇപ്പം അത് ഈ ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് വരുമ്പോൾ 500 മുതൽ 2000 കിലോമീറ്റർ അകലെയാണ്. അപ്പം തന്നെ സ്പീഡ് കൂടുമല്ലോ. കാരണം ലേറ്റൻസി എന്ന് പറഞ്ഞാൽ ഡാറ്റ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ആവശ്യമായ സമയമാണ്. നമുക്കറിയാം LDCക്ക് കമ്പ്യൂട്ടറുണ്ട്, അവിടെ ഓർത്തു വെച്ചോളൂ. ലേറ്റൻസി എന്ന് പറയുന്നത് ഒരു ഡാറ്റ അങ്ങോട്ട് അയക്കാനും ഇങ്ങോട്ട് സ്വീകരിക്കാനും ആവശ്യമായ സമയത്താണ്. ഈ സമയം പ്രോക്സിമിറ്റിയെ ആശ്രയിച്ചിട്ടുണ്ട്. അതായത് ഈ ഉപഗ്രഹങ്ങൾ ദൂരത്താണെങ്കിൽ അതിലേക്ക് ഡാറ്റ പോയിട്ട് വേണം അവിടുന്ന് തിരിച്ച് ഡാറ്റ അങ്ങോട്ട് വരികയാണ്. അതിനുള്ള സമയമെടുക്കും. ഇപ്പോൾ LEO ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ ഭൂമിയോട് അടുത്ത് പരിക്രമണം ചെയ്യും. അപ്പോൾ
ജിയോ എർത്ത് സാറ്റലൈറ്റുകളെ പോലെ സ്ഥിര ഉപഗ്രഹ സംവിധാനങ്ങളെക്കാൾ ശക്തമായ സിഗ്നലുകളും വേഗതയും കൂടും. അപ്പോൾ ലാറ്റൻസി കുറയും. പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിളുകളിനേക്കാൾ വേഗത്തിൽ ബഹിരാകാശ സിഗ്നലുകൾ സഞ്ചരിക്കും. ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വൺ വെബ് നിങ്ങൾക്ക് മനസ്സിലായി. വെബ് അധിഷ്ഠിത ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അല്ലേ? എന്താണ് പറയുക, ബഹിരാകാശത്ത് അല്ലേ സ്പേസ് അധിഷ്ഠിതമായിട്ടുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വൺ വെബ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടലാണ് വൺ വെബ് ഒരുക്കുന്നത്. ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എവിടെയാണ്? മെഹ്സാനയാണ്. ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മെഹ്സാന എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലാണ്. ആന ഉണ്ടല്ലോ അവിടെ, ആനയുണ്ട് മെഹ്സാനയിൽ. ഗുജറാത്തുമുണ്ട്. ഗുജറാത്ത് പലപ്പോഴും ബിസിനസ്സുകളൊക്കെ കൂടുതലാണ്, അതുകൊണ്ടാണ് അവിടെ സ്ഥാപിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ഗുജറാത്തിനെ ഓർത്തു വയ്ക്കുക. പിന്നെ ആനയെയും വൺ വെബിനെയും ഒക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കൽ എങ്ങനെയാണ്? അവിടെ മെഹസാന ഒരു ആനുണ്ട്, വൺ വെബാണ്. ഇപ്പോൾ വൺ വെബ്, ഒരു വെബിൽ ഒരാനുണ്ട്. ആ ആന ഇൻ്റർനെറ്റ് സേവനം കൊടുക്കുന്ന ഒരു ആനയാണ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഒരു ഇൻ്റർനെറ്റ് സേവനങ്ങൾ കൊടുക്കുന്ന ആനയാണ്. ഈ ആനയുടെ പുറത്താണ് ഉപഗ്രഹങ്ങളെന്നൊക്കെ വെറുതെ ഒരു കഥയായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ മെഹസാന ഗുജറാത്തിലാണ്. വൺ വെബ് ഇന്ത്യയിൽ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് വരുന്നത്. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജനായ നോവലിസ്റ്റ് ആര്? മെമ്മറീസ് ആർ കണക്ഷൻസ് ആണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പരമാവധി കണക്ഷൻസ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ബുക്കർ പ്രൈസുമായി ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ വരുമ്പോൾ നിങ്ങൾ ബുക്കർ പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ കൂടി ആലോചിച്ച് അതിനോട് കണക്ട് ചെയ്ത് വെക്കണം. ചേതന മാരു ആണ് വെസ്റ്റേൺ ലൈൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. ചേതന എന്ന് പറഞ്ഞാൽ മനസ്സാണ്. വെസ്റ്റേൺ ലൈൻ വെറുതെ നമ്മൾ ആ പുസ്തകം ഓർത്ത് വെക്കാൻ വേണ്ടി, നിങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ലൈനിന് നിങ്ങളുടെ മനസ്സ് മുഴുവൻ കൊടുത്തു, ചേതന. അതിന് നിങ്ങൾ ആ മനസ്സ് കൊടുത്തത് എല്ലാം മറന്നു. അപ്പോൾ വെസ്റ്റേൺ ലൈൻ, ചേതന മാരു, ബുക്കർ പ്രൈസാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ ലൈനിൽ വന്ന് പെട്ടത്? നിങ്ങളൊരു ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോഴാണ് ഒന്ന് പെട്ടത്. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയായ നോവലിസ്റ്റ്. ആ ഇടം നേടിയിട്ടേ ഉള്ളൂ. 2023 ബുക്കർ പ്രൈസ് അവർക്കല്ല, ഇടം നേടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇടം നേടുന്നത് തന്നെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ബുക്കർ പ്രൈസ് ഫോർ ഫ്രിക്ഷൻ, മാൻ ബുക്കർ പ്രൈസ്, ഈ പല തരത്തിലുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ബുക്കർ പ്രൈസ് UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന മികച്ച നോവലിന് ഓരോ വർഷവും നൽകുന്ന സാഹിത്യ സമ്മാനമാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും അയർലൻഡിലെയും എഴുത്തുകാർക്ക് നൽകുന്ന സമ്മാനമാണിത്. കോമൺവെൽത്ത് രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ കീഴിലുള്ള, അവരുടെ ബ്രിട്ടീഷ് സാമ്രാജ്യം നിലനിൽക്കുമ്പോൾ അവരുടെ കീഴിലുള്ള രാജ്യങ്ങളൊക്കെ ചേർന്നാണ് കോമൺവെൽത്ത് രാജ്യങ്ങൾ. അതിലെയും അയർലൻഡിലെയും എഴുത്തുകാർക്ക് സമ്മാനിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ എഴുതണം. UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കണം. ഈ ബുക്കർ പ്രൈസിൻ്റെ പ്രത്യേകത, ലോകത്തിൽ നോബൽ സമ്മാനം കഴിഞ്ഞാൽ ഏറ്റവും തുക ലഭിക്കുന്ന ഒരു സാഹിത്യകൃതിക്ക് ഏറ്റവും തുക ലഭിക്കുന്ന മികച്ച പുരസ്കാരമാണിത്. 1969 മുതലാണ് ഇത് നൽകി തുടങ്ങിയത്. 1969 ഇവിടെ 1969 ഉണ്ട്. 50,000 പൗണ്ടാണ് പുരസ്കാര തുക. ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ VS നൈപ്പാളാണ്. ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ VS നൈപ്പാളാണ്. അപ്പം എങ്ങനെ ഓർത്തു വയ്ക്കുക? ബുക്കർ പുരസ്കാരം VS നൈപ്പാൾ. ഇപ്പം നമ്മുടെ ബുക്കറാണല്ലോ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ്. ആ ഇന്ത്യൻ വംശജൻ നയിച്ചുണ്ടാക്കിയ പുരസ്കാരമാണ് വിചാരിക്കുക. $50,000 ഉണ്ടല്ലോ, അങ്ങനെ നയിച്ചുണ്ടാക്കിയതാണ് നൈപ്പാൾ. നല്ല നയിക്കുന്ന ആളാണ് നൈപ്പാൾ. ആദ്യത്തെ ഇന്ത്യൻ വനിത അരുന്ധതി റോയിയാണ്. അരുന്ധതി റോയ് മലയാളിയാണ്. ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ഒരു മലയാളിയാണ്, അരുന്ധതി റോയ്. അരുന്ധതി റോയിയുടെ പുസ്തകം ഒന്ന് ഓർത്തു വെച്ചോളൂ. ബുക്കർ പ്രൈസ് കിട്ടിയത് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് ആണ്. ആ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൽ ആ കൃതിയുടെ പശ്ചാത്തലമായ സ്ഥലം എന്ന് പറയുന്നത് അയ്മനമാണ്. കോട്ടയം ജില്ലയിലെ
മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഐമനം. ആ ഐമനവുമായി ബന്ധപ്പെട്ടാണ് ഗോഡ് ഓഫ് സ്മാൾ തിങ്സിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് അരുന്ധതി റോയിയാണ് ആ പുസ്തകം എഴുതിയത്. 2023 ബുക്കർ പ്രൈസിൽ ഇടം നേടുകയേ ചെയ്തിട്ടുള്ളൂ. ആ ബുക്കർ പ്രൈസിൽ ഇടം നേടിയ കൃതി നിങ്ങൾക്കറിയാം അല്ലേ? ഏതാണ് ആ കൃതി? വെസ്റ്റേൺ ലൈൻ. ആരാ എഴുതിയത്? ചേതന മാരു. പക്ഷേ 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ചാണ്. പ്രവാചക ഗാനം ആണ്. നോക്കൂ, നൈപ്പാളിൽ ഒരു പാളുണ്ട്, ആ പാൾ ഇവിടെ പോളായി. അപ്പോൾ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നൈപ്പാളാണ്. പക്ഷേ ഏറ്റവും അവസാനം ബുക്കർ പ്രൈസ് കിട്ടിയത് ഇന്ത്യക്കാരനല്ലെങ്കിലും അതിലും ഒരു പാളുണ്ട്, പോൾ ലിഞ്ച്. കണ്ടോ, കണക്ട് ചെയ്യുമ്പോൾ മെമ്മറീസ് ആർ കണക്ഷൻസ്. പോൾ ലിഞ്ച് പ്രവാചക ഗാനം എന്നുള്ള പ്രോഫറ്റ് സോങ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് 2023 ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. മറ്റൊരു ചോദ്യമാണ്, PSC ബുള്ളറ്റിനടുത്താണ്. കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? ഭാരത് NCAP ആട്ടോ, ഇവിടെ NCP എന്നേ ഉള്ളൂ. ഭാരത് NCAP ഉണ്ട്. NCAP, ഭാരത് NCAP ആണ്. ആ പദ്ധതി പ്രകാരമാണ്. എന്താണ് ഈ ഭാരത് NCAP? നോക്കൂ, കാറുകളാണ്. അപ്പം ഭാരത് ന്യൂ കാർ അവിടെ തന്നെ ഉണ്ട്. ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. അതിനെ അസസ് ചെയ്യാണ്, വിലയിരുത്തുകയാണ്. വിലയിരുത്തിയിട്ടല്ലേ റേറ്റിംഗ് കൊടുക്കുക. നമ്മൾ സാധനങ്ങൾക്ക് നമ്മൾ പല ആപ്പും ഡൗൺലോഡ് ചെയ്യുമ്പോൾ പറയില്ലേ, അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ നിങ്ങളോട് അതിൻ്റെ ഒരു സ്റ്റാർ റേറ്റിംഗ് രേഖപ്പെടുത്തു. 1 സ്റ്റാറോ 2 സ്റ്റാറോ 3 സ്റ്റാറോ 4 സ്റ്റാറോ 5 സ്റ്റാറോ. ഇതുപോലെ കാറുകൾക്ക് റേറ്റിംഗ് നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാറുകൾക്ക് റേറ്റിംഗ് നൽകുന്നത്? വാഹനങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ വാഹനങ്ങളുടെ സുരക്ഷ വിലയിരുത്താൻ, കാറുകൾ വാങ്ങുമ്പോൾ അറിവോടെയുള്ള തീരുമാനം, ഈ സുരക്ഷ മനസ്സിലാക്കി അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉപഭോക്താക്കളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊരു തദ്ദേശീയ സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇപ്പോൾ ഭാരത് NCAP സംരംഭത്തിന് കീഴിൽ പാസഞ്ചർ കാറുകളാണ് പ്രത്യേകിച്ച് കർശനമായ ക്രാഷ് ടെസ്റ്റിംഗ് നടപടികൾക്ക് വിധേയമാക്കും. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിപ്പിക്കും. ആ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് സുരക്ഷിതമാണ്, ആ പ്രകടനത്തെ അടിസ്ഥാനമാക്കി 1 മുതൽ 5 നക്ഷത്രങ്ങൾ വരെയുള്ള സുരക്ഷാ റേറ്റിംഗ് നൽകും. ഇതൊക്കെ പഠിച്ചു പോയാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും. എന്താ കാര്യം നിങ്ങൾക്കറിയാം. ഭാരത് NCAP ആണ്. ഭാരത് NCAP എന്ന് പറഞ്ഞാൽ ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ആണ്. വിലയിരുത്തി റേറ്റിംഗ് നൽകലാണ്. അപ്പം കാറുകൾക്ക് റേറ്റിംഗ് കൊടുക്കാൻ ഇനി നിങ്ങൾ മറക്കില്ലല്ലോ, ഭാരത് NCAP. അടുത്തൊന്ന്, രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. ഡ്രോണും ചെന്നൈയും തമ്മിൽ എങ്ങനെയാണ്? ഡ്രോണും പോലീസും ചെന്നൈയും തമ്മിലാണ് ഒരു ബന്ധം വേണ്ടത്. ഡ്രോൺ ഉണ്ട്, പോലീസ് ഉണ്ട്, ചെന്നൈ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെന്നൈയിലാണെന്ന് വിചാരിക്കുക. ആ ചെന്നൈ നഗരം വെറുതെ സങ്കല്പിക്കുന്നു. തമിഴ്നാട്ടിൽ ആ ചെന്നൈ നഗരത്തിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ഡ്രോണുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. കാരണം അവിടെ ആണ് ആദ്യമായിട്ട് ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത്. നിങ്ങൾ ആ ചെന്നൈയിലേക്ക് പോകണം മനസ്സുകൊണ്ട്. തമിഴ്നാട്ടിലേക്കൊക്കെ പോയി അവിടെ ആ ചെന്നൈ സന്ദർശിച്ചിട്ടില്ലെങ്കിലും വെറുതെ ചെന്നൈ എന്ന് മനസ്സ് കണ്ടു നോക്കൂ. നിങ്ങളുടെ മനസ്സൊന്നും പോവില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നതും തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിലാണ് ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ. എന്താ ഈ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ? തമിഴ്നാട്ടിലെ എയറോസ്പേസ് പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് ആളില്ലാ ആകാശ സംവിധാനങ്ങൾ അല്ലേ, ആളില്ലാത്ത ചെറിയ ആകാശ വിമാനത്തിനെയാണ് നമ്മൾ ഡ്രോൺ എന്ന് പറയുന്നത്. ആ ഡ്രോണുകൾ പരീക്ഷണത്തിനും വികസനത്തിനുമുള്ള ആവശ്യം ഒരുക്കുക എന്നതാണ് ഒരു കോമൺ ടെസ്റ്റിംഗ് സെന്റർ. ഈ ഡ്രോണുകൾ ടെസ്റ്റ് ചെയ്യാനും വികസിപ്പിക്കാനുമുള്ള ഒരു സെന്റർ, അത് തമിഴ്നാട്ടിലാണ്. ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റും തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ്. ഇത് തമിഴ്നാട്ടിൽ പെരുമ്പത്തൂരിൽ. രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി. പുതിയ ആത്മനിർഭർ ഭാരത്, അമൃത് ഭാരത് എന്നൊക്കെയാണ് പുതിയ പദ്ധതികൾക്കൊക്കെയുള്ള പേര്. അപ്പോൾ ആ സ്റ്റേഷൻ പദ്ധതിയിൽ അമൃത് ഭാരത് ഉണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കലാണ്. ഇന്ത്യയിൽ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ ആദ്യമായി പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്നതും തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ആദ്യമായിട്ട് പ്രഭാത ഭക്ഷണം സർക്കാർ സ്കൂളിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ ആ പ്രഭാത ഭക്ഷണം കഴിച്ച് നിങ്ങൾ ചെന്നൈയിൽ പോകുന്നു. ചെന്നൈയിൽ പോയപ്പോൾ നിങ്ങളുടെ ഒരു സ്കൂൾ, നിങ്ങൾ എന്ത് ചെയ്യാണ്?
ഒരു സ്കൂളിൽ പോയി അവിടുന്ന് ആദ്യമായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. നിങ്ങൾ ടൂറിന് പോയതാണ്. ആ ടൂറിന് പോയപ്പോൾ അവിടെ നിങ്ങൾ ചെന്നൈയുടെ മുകളിലായിട്ട് എന്ത് കാണുകയാണ്? ഡ്രോണുകൾ കാണുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് പോലീസിൻ്റെയാണ്. അപ്പോൾ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ്. മാത്രമല്ല ഇതൊക്കെ നല്ല ഡ്രോണുകളാണ്, ടെസ്റ്റ് ചെയ്ത ഡ്രോണുകളാണ്. കാരണം ആദ്യത്തെ ഡ്രോൺ ടെസ്റ്റിംഗ് യൂണിറ്റും സ്ഥാപിച്ചത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അത് മൂന്നും കണക്റ്റ് ആയല്ലോ. തമിഴ്നാട്ടിൽ പോകുന്നു, ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ചെന്നൈ നഗരത്തിൽ പോകുന്നു, ചെന്നൈ നഗരത്തിൻ്റെ മുകളിലായിട്ട് ഡ്രോണുകൾ പറന്നു പോകുന്നു. എല്ലാം നല്ല ഡ്രോണുകളാണ്, ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഡ്രോണുകളാണ്. 3 വിവരങ്ങളായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ആദ്യമായി ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ആദ്യത്തെ ഡ്രോൺ ടെസ്റ്റിംഗ് യൂണിറ്റ് സംവിധാനം, ഡ്രോണുകളുടെ ടെസ്റ്റിങ്ങിനും വികസനത്തിനുമായിട്ടുള്ള സംവിധാനം നിലവിൽ വന്നതും തമിഴ്നാടാണ്. ഈസി അല്ലേ ഓർത്തു വയ്ക്കാൻ? മെമ്മറീസ് ആർ കണക്ഷൻസ്. കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യന് ഓർക്കാൻ ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സ്റ്റോറീസാണ്. അപ്പോൾ അതിനെയൊക്കെ സ്റ്റോറിയാക്കി മാറ്റാം. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം കുലശേഖരപട്ടണം. ഒപ്പം നിങ്ങൾ ISROയുടെ മറ്റ് സ്പേസ് സെന്ററുകളെ കുറിച്ചും ഓർത്തിരിക്കണം. അങ്ങനെ കണക്ഷന് സാധ്യത ഉള്ളിടത്തൊക്കെ. അപ്പോൾ ആ പഴയത് പഠിച്ചതും ഈ പഠിച്ചതൊക്കെ കുറച്ച് നിൽക്കും. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നതിന് കുലശേഖരപട്ടണം. നമ്മൾ ഇങ്ങനെ പോകുള്ളൂ വെച്ചാൽ നമ്മൾ മുഴുവൻ കറണ്ട് അഫയേഴ്സും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടും. 20 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സും കിട്ടും. അതിൽ നിന്നുള്ള എക്സാമുകൾ കിട്ടും. തുടർച്ചയായി ഈ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിർത്തുക. ഒപ്പം തന്നെ നിങ്ങൾക്കറിയാലോ, നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ വെച്ചുകൊണ്ട് LDCൻ്റെയും LGS 2024ൻ്റെയും പ്രധാനപ്പെട്ട മുഴുവൻ സിലബസുകളും കവർ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇംഗ്ലീഷും മലയാളവും മാത്സും അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഹിസ്റ്ററിയും ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഉൾപ്പെടുന്ന പ്രധാന നിയമങ്ങളൊക്കെ ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണത്തിലാണ്. കുലശേഖരപട്ടണം പുതിയ ബഹിരാകാശ തുറമുഖമാണ് കുലശേഖരപട്ടണത്തിൽ. അപ്പം ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ നിലവിലുള്ള ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് നമ്മുടെ സാറ്റലൈറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അതാണ് ബഹിരാകാശ തുറമുഖം എന്ന് പറയുന്നത്. തുറമുഖം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കപ്പൽ ഒരു തുറമുഖത്തിൽ നിന്നും അടുത്ത കരയിലേക്ക് പോകും. അതുപോലെ ഭൂമിയുടെ ഒരു തുറമുഖത്തു നിന്ന് അത് മറ്റൊരു തുറമുഖത്തേക്ക്, ഒരു വാഹനം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്? പോവുകയാണ്. മറ്റൊരു അന്യഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. അത് ശ്രീഹരിക്കോട്ടയിൽ ആണ് ISROയുടെ നിലവിലുള്ള ബഹിരാകാശ നിലയം. പക്ഷേ ഈ പുതിയ സൗകര്യം ചെറുകിട ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ SSLV, സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, അതാണ് SSLV, സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ലോഞ്ചിങ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വിക്ഷേപിക്കുന്ന വാഹനം, ചെറിയ ഉപഗ്രഹങ്ങൾ. ഇന്ത്യ വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇത് സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ വിക്ഷേപിക്കുന്നതിന് സ്വകാര്യ മേഖലയ്ക്കായിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് വിനിയോഗിക്കുക കുലശേഖരപട്ടണം. അപ്പം പട്ടണമാണല്ലോ, പട്ടണത്തിലായിരിക്കല്ലോ സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ. കുലശേഖരനാണല്ലോ, ശേഖരിക്കലാണല്ലോ, കാശ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. കൊലയായിട്ട് കാശ് ശേഖരിക്കാൻ സ്വകാര്യ കമ്പനികൾക്ക്. നല്ല കാലം വരട്ടെ ഇന്ത്യക്ക്. അങ്ങനെ ഇപ്പം കുലശേഖരപട്ടണം, സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, സ്വകാര്യ മേഖല, തമിഴ്നാട്, ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം. പക്ഷേ അപ്പം തന്നെ ഓർക്കുക, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ബഹിരാകാശ കേന്ദ്രം ആന്ധ്രാപ്രദേശിലാണ്, ശ്രീഹരിക്കോട്ടയിലാണ്. ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് കേന്ദ്രം അല്ലെങ്കിൽ ശ്രീഹരിക്കോട്ട റേഞ്ച് ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. 1969 അത് സ്ഥാപിതമായത്. അപ്പം സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഇപ്പോൾ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത്, ബഹുഭൂരിഭാഗം സാറ്റലൈറ്റുകൾ. അത് ആന്ധ്രാപ്രദേശിലാണ്, ശ്രീഹരിക്കോട്ടയിലാണ്. ഭൂമധ്യരേഖയോട് അടുത്ത് ചേർന്ന് കിടക്കുന്നതിനാലും സമീപത്ത് ജനവാസമില്ലാത്തതിനാലുമാണ് ഈ ശ്രീഹരിക്കോട്ട തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇവിടെ നിന്നാണ് നടത്തുന്നത്. മറ്റൊന്നാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. നമ്മുടെ നാട്ടിലാണ്, തുമ്പയിൽ, തിരുവനന്തപുരത്ത്, കേരളത്തിൽ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, തിരുവനന്തപുരം, കേരളം. വിക്രം സാരാഭായ്
എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ബഹിരാകാശ കേന്ദ്രം അറിയപ്പെടുന്നത്. അതാണ് 1963 ആരംഭിച്ചത്, മറ്റത് 1969. തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ എന്നായിരുന്നു ഇതിന്റെ പേര്. പിന്നീടാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നായി മാറിയത്. ഇന്ത്യയിലെ ISRO സൗകര്യങ്ങളിൽ ഏറ്റവും വലുതാണിത്. ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഞ്ചിങ് വെഹിക്കിൾ, അതിൻ്റെ അനുബന്ധ സാങ്കേതിക വിദ്യകളുടെയും രൂപകൽപ്പനയും വികസനവും ഈ വേദിയിലാണ് നടക്കുന്നത്. മറ്റൊന്നാണ് അബ്ദുൽ കലാം ദ്വീപ്, പണ്ട് വീലർ ദ്വീപ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ സൈനിക റോക്ക് ടെസ്റ്റിംഗ് സൈറ്റുകളാണ്. ഇന്ത്യയിലെ സൈനികമായിട്ടുണ്ടാക്കുന്ന റോക്കറ്റ് ടെസ്റ്റിംഗ് സൈറ്റുകളാണ്. വീലർ ദ്വീപ് എന്നായിരുന്നു. ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപ് ഇന്ത്യയിലെ ഒഡീഷയുടെ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണിത്. ഒഡീഷയുടെ തീരപ്രദേശത്തുള്ള ദ്വീപാണ് എന്തെന്ന് പറയുന്നത്, അബ്ദുൽ കലാം ദ്വീപ് എന്ന് പറയുന്നത്. ഇതിന് വീലർ ദ്വീപ് എന്ന് പറയുന്നു. ഇത് ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് മിസൈൽ പരീക്ഷണ സൗകര്യത്തിന് ആതിഥേയത്വം വഹിക്കുന്നു. ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് മിസൈൽ പരീക്ഷണത്തിന് നോക്കിയാൽ മതി, ഇതൊക്കെ സൈനിക ആവശ്യങ്ങൾക്കുള്ളതായിരിക്കുമല്ലോ. ഇത് നിയന്ത്രിക്കുന്നത് ആരാ? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഇപ്പം വീലർ ദ്വീപ്, അവിടെയാണ് സൈനികമായിട്ട് മിസൈലുകൾ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അതിപ്പോൾ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഒഡീഷയുടെ തീരപ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. സൈനിക ആവശ്യങ്ങൾക്കുള്ളതാണല്ലോ. ഇന്ത്യയിലെ മിക്ക സൈനിക മിസൈൽ പരീക്ഷണങ്ങൾക്കും ഇത് ആതിഥേയമാണ്. ഇന്ത്യയിലെ ലോഞ്ച് വെഹിക്കിൾ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ തുമ്പ പോലെ തന്നെ ഇതിനും പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പോലും. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ആരുടെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ? ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, അറിയാലോ നമുക്ക്, അഗ്നിച്ചിറകുകൾ. അഗ്നിച്ചിറകുകൾ വെച്ച് ഇങ്ങനെ ഉയർന്നു പോവല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. മെമ്മറീസ് നെവർ ഡൈ. നസീമ മരിയാറും, ഡൈയിൽ മരിക്കലുണ്ട്, മരയാറും. YS രാജനും, ഈ രാജാവാണല്ലോ മരിക്കാത്ത ആള്. രാജാക്കന്മാരെ, സാധാരണക്കാരെയൊക്കെ ആളുകൾ മറന്നു പോകും, രാജാക്കന്മാരെ മറക്കില്ല. അബ്ദുൽ കലാം നമ്മുടെ രാജാവ് തന്നെയായിരുന്നു, അല്ലേ? APJ അബ്ദുൽ കലാം. ഇപ്പം നസാമ മരയാറും YS രാജനും. രാജാവ് എന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആ പേരുകളും ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. മെമ്മറീസ് നെവർ ഡൈ. ആരൊക്കെ എഴുതിയത്? മരയാറും, മരിക്കാത്ത ആളും, YS രാജനും, രാജാവും ചേർന്നിട്ട്. രണ്ടും APJ അബ്ദുൽ കലാമിനോട് യോജിച്ച് ചേർന്ന് പോകുന്നതാണ്. ടാൻസാനിയയിൽ ആരുടെ പ്രതിഭയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ്റെ. ടാൻസാനിയ നോക്കൂ, ടാൻസാനിയ, വിവേകാനന്ദൻ. എങ്ങനെ ഓർത്തു വയ്ക്കാം? വിവേകാനന്ദനെയും ടാൻസാനിയയെയും. അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. വിവേകാനന്ദൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലമാണ് ടാൻസാനിയ. ഓക്കെ, അപ്പം നമ്മളെന്താണ്? ടണ്ണ് വലിപ്പമുണ്ട് ആ വിവേകാനന്ദൻ്റെ പ്രതിമയ്ക്ക് എന്ന് ഓർത്ത് വയ്ക്കുക. ടാൻസാനിയ. ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ ദ വാക്സിൻ വാർ. കൊറോണ മഹാമാരിയും അതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ്റെ കണ്ടുപിടുത്തവും അവതരിപ്പിക്കുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് അതിനെ ബയോസയൻസ് സിനിമ എന്ന് പറയുന്നത്. വാക്സിനുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ നമ്മൾക്ക് ബയോളജി എന്നല്ലേ വരിക. ഇപ്പോൾ വാക്സിൻ വാർ, അതാണ് ആദ്യ ബയോ സിനിമ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ആഗസ്റ്റ് 23. എന്തുകൊണ്ടാണ് ആഗസ്റ്റ് 23 തിരഞ്ഞെടുക്കാനുള്ള കാരണം? 2023 ആഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ലാൻഡറും റോവറും ചന്ദ്രനിൽ വിജയകരമായി ഇറക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഒരു സുപ്രധാന നാഴികക്കല്ലിലെത്തുന്നത്. ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ദേശീയ ബഹിരാകാശ ദിനം. അപ്പം ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. എന്താ ഓഗസ്റ്റ് 23 തിരഞ്ഞെടുക്കാനുള്ള കാരണം? 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ലാൻഡറും റോവറും ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയത്. ഓഗസ്റ്റ് 23 എങ്ങനെയാണ് ഓർത്തു വയ്ക്കുക? 2-3 നമുക്കറിയാലോ. നമ്മുടെ ലോഞ്ചിങ് വെഹിക്കിൾ പോകുമ്പോൾ അത് ഇവിടുന്ന് പോകുമ്പോൾ കൗണ്ട് ഡൗൺ ചെയ്യും. 10, 9, 8, 7, 6, 5, 4, 2, 3, 1. ആദ്യത്തിലെ 2-3 വിചാരിച്ചോളൂ. 3, 2, 1 2-3 തിരിച്ചിട്ടതാണ് 2023 ഓഗസ്റ്റ് 23.
അല്ലെങ്കിൽ ചന്ദ്രയാൻ 3-ൽ 3 ഉണ്ടല്ലോ. ചന്ദ്രയാൻ 3-ൽ 3 ഉണ്ട്. ചന്ദ്രയാനാണ്. സൂര്യൻ കഴിഞ്ഞാൽ നമ്മൾ ഓർത്തു വയ്ക്കുന്നത് ചന്ദ്രനെയാണ്. അപ്പോൾ 2 എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ 2, 3 അങ്ങനെ ഓർത്തു വയ്ക്കാം. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ്? 8 വരിയിലുള്ള എലിവേറ്റഡ് അതിവേഗ പാത ദ്വാരക എക്സ്പ്രസ് വേ ആണ്. 8 വരിയിലാണ്. ദ്വാരകയാണ്. ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ദ്വാരകയിൽ ദിക്കുണ്ട് അല്ലേ? ദ്വാരക എന്ന് പറയുമ്പോൾ ദിക്കും കൂടി ഓർത്ത് വെച്ചുകൂടെ? 8 ദിക്കുകളാണ്. 8 വരി എലിവേറ്റഡ് അതിവേഗ പാത, 8 ദിക്കുകൾ, ദ്വാരക. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴി അത് രാമേശ്വരം മാനമധുരയാണ്. എന്താ രാമേശ്വരം മാനമധുര? അവിടെയൊക്കെ ജൈവ ശുചിമുറി സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ട്രെയിനുകളിലും 26 ട്രെയിൻ ഉണ്ട്. ആ 26 ട്രെയിനിലും ജൈവ ശുചിമുറി സ്ഥാപിച്ചതുകൊണ്ടാണ് ഈ രാമേശ്വരം മാനമധുര റൂട്ടിലൂടെ ഓടുന്ന എല്ലാ ട്രെയിനുകളിലും ജൈവ ശുചിമുറി സ്ഥാപിച്ചതുകൊണ്ടാണ് അതിനെ ഹരിത ഇടനാഴി എന്ന് വിളിക്കാനുള്ള കാരണം. ഹരിത ഇടനാഴി നിങ്ങൾക്കറിയാലോ, തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ പച്ചപ്പൊക്കെ ഇടയ്ക്ക് കാണാം. ആ പച്ചപ്പിൻ്റെ ഇടയിലാണ് പലപ്പോഴും പണ്ട്, ഇപ്പോൾ അവരൊക്കെ ഇത് മാറ്റി ഓപ്പൺ ഡിഫേഷൻ നടത്തിയിരുന്നത്. അതായത് വെളിമ്പ്രദേശത്താണ് അവർ മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. ഇതിന് പകരം ജൈവ ശുചിമുറിയാക്കി എന്ന് വെക്കുക. അപ്പം നിങ്ങൾ രാമേശ്വരത്തിലേക്ക് പോകുന്ന സമയത്താണ് ആളുകളുടെ മാനം പോകുന്ന രീതിയിൽ ഈ കണ്ടിരുന്നത്. വെളിമ്പ്രദേശത്തിടുന്നു അല്ലേ, വല്ല പൊന്തക്കാടും പച്ച കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ മാറ്റി ഹരിത ഇടനാഴിയാക്കി ആ ട്രെയിനിലൊക്കെ ജൈവ ശുചിമുറി വരുത്തി എന്ന് നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷൻ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കൂയി ഭാഷ. ഓർത്തു വയ്ക്കാനും കളിയാലോ, ഒഡീഷ. ഒരു ഒഡീഷക്കാരൻ കൂയി എന്ന് പറയുന്നുണ്ട്. ആ കൂയി ഭാഷ എന്തിനു വേണ്ടിയിട്ട് അയാൾ ആ കൂയി എന്ന് പറയുന്നത്? അതിനെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താനാണ്. എന്താണ് ഈ 8ാം ഷെഡ്യൂൾ? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളെ പട്ടികപ്പെടുത്തുന്ന ഷെഡ്യൂളാണ് 8ാം ഷെഡ്യൂൾ. ഏതൊക്കെ ഔദ്യോഗിക ഭാഷകൾ? 22 ഭാഷകളുണ്ട്. ഇപ്പോൾ കൂയില്ല, കൂയിനെ ഉൾപ്പെടുത്താൻ അവർ അംഗീകാരം നൽകി. ഏതൊക്കെയാണ് 22 ഭാഷകൾ? അസമീസ് ഉണ്ട്, ബംഗാളി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, ഹിന്ദി ഉണ്ട്, കന്നഡ ഉണ്ട്, കാശ്മീരി ഉണ്ട്, കൊങ്കണിയുണ്ട്, മലയാളമുണ്ട്, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, അതുപോലെ തന്നെ ഡോഗ്രി. ഇതൊക്കെയാണ്. ഇതിൽ മലയാളം ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി ഏറ്റവും അവസാനമായി ചേർത്തതാ 2003. ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി 22 ഭാഷകൾ. 8ാം ഷെഡ്യൂളിൽ അല്ലെങ്കിലും ക്ലാസിക്കൽ ഭാഷകളുണ്ട് ഇന്ത്യയിൽ. നിലവിൽ ക്ലാസിക്കൽ പദവിയുള്ള 6 ഭാഷ ഉണ്ട്. അതൊന്ന് ഓർത്തു വയ്ക്കണം. ഒന്ന് തമിഴാണ്, മലയാളവുമുണ്ട്, തെലുങ്കുണ്ട്. അപ്പം ദക്ഷിണേന്ത്യയിലെ തമിഴും മലയാളവും തെലുങ്കും വന്നു ക്ലാസിക്കൽ പദവിയിൽ. സംസ്കൃതമുണ്ട്, ഒഡിയയുമുണ്ട്. ഹിന്ദി ഇല്ലേട്ടാ, തമിഴ്, സംസ്കൃതം, പിന്നെ കന്നഡ. ഇപ്പോൾ നമ്മൾ തമിഴുണ്ട്, കന്നഡ ഉണ്ട്, തെലുങ്കുണ്ട്, മലയാളമുണ്ട്. ദക്ഷിണേന്ത്യയിൽ അധിക ഭാഷകളും പോകും. പിന്നെ സംസ്കൃതമുണ്ട്, ഒഡിയമുണ്ട്. അതിൽ മലയാളം 2013-2013 ഒഡിയ 2014 എല്ലാ ക്ലാസിക്കൽ ഭാഷകളും ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ വരാം. ഇതിൻ്റെയൊക്കെ നോട്ട് എടുക്കുക, നന്നായി പഠിക്കുക. 20 മാർക്ക് നമുക്ക് ഉറപ്പിക്കണം. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സും ചേർന്ന് 50 മാർക്കായി. ഒരുപാട് ജനറൽ നോളേജ് പഠിക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തില്ല. അപ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സും ജനറൽ നോളേജ് ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ പങ്ക്തി കിട്ടും. ഇതിൽ 20 മാർക്ക് ഉറപ്പിക്കാൻ എളുപ്പമാണ്. ഒരു 17 മുതൽ 20 വരെ മാർക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ പഠനം കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പം മുഴുവൻ കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തു പോകും. സാവധാനം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. നിന്നൊക്കെ എക്സാമുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടും. നമ്മുടെ കോഴ്സ് ഉണ്ട്. ഇനി ഫുള്ള് കിട്ടുന്നതിന് നമ്മുടെ കോഴ്സ് ഉണ്ട്. മുഴുവൻ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 2056 രൂപയാണ് കോഴ്സിൻ്റെ വില. 1.5 വർഷത്തേക്ക്. അപ്പം എന്തിനാന്ന് ചോദിക്കും? 1.5 വർഷം. നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ LDC 2024 നിങ്ങൾക്ക് കയറിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ LDC 2024 മാത്രമല്ലല്ലോ, ഇനിയും എക്സാമുകൾ വരുന്നുണ്ടല്ലോ. നിങ്ങൾ എത്ര കാലം പഠിച്ചു?
പക്ഷെ PSCക്ക് വേണ്ടി മാത്രമായിട്ട് വളരെ ഹാപ്പിയായി കൂളായി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദിവസം 2-3 മണിക്കൂർ വെച്ച് പഠിക്കാനേ നിങ്ങൾക്ക് സമയമുള്ളൂ. ചില സമയം പഠിക്കുക, ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ. ഞാൻ പറയുന്നത് അങ്ങനെ 1.5 വർഷം പഠിച്ചാൽ മതി എന്നാണ്. അത് കഴിഞ്ഞ് വരുന്ന എക്സാമുകൾ നമ്മുടെ 25 മൊഡ്യൂളും കംപ്ലീറ്റ് ആകുന്നതോടുകൂടി പിന്നീട് വരുന്ന ഏത് 10th ലെവൽ എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഹാപ്പിയായി കൂളായി റിലാക്സ്ഡായി. എന്നാൽ അതേസമയം PSC പഠനം നിരന്തരം നടത്തിക്കൊണ്ട് ഫോക്കസ്ഡായി റെഡിയായി കൂളായി ഒരു ജേണി ആയിട്ട് വരാൻ തയ്യാറാണോ? PSC പഠനത്തിന് ഞങ്ങളോടൊപ്പം പോരുക, കൂളായിട്ട് പഠിക്കാം. 2056 രൂപ മാത്രമാണ് ചിലവ് 1.5 വർഷത്തേക്ക്. അതുകൊണ്ടാണ് 1.5 വർഷത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.